അറബിക്കടലിൽ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഗൾഫിലെ ഒരു മാധ്യമമാണ് പാകിസ്ഥാൻ്റെ ഈ നിർണായക നീക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുജാവരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് കൃത്രിമ ദ്വീപ് നിർമ്മിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 6 അടിയിലേറെ ഉയരത്തിലാണ് ദ്വീപ് നിർമ്മിക്കുന്നത്. ശക്തമായ തിരമാലകളെ പോലും ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് ദ്വീപിൻ്റെ നിർമ്മാണം. ആധുനിക ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ദ്വീപ് നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനോട് ചേർന്നുള്ള കടലിൽ എണ്ണ ശേഖരമുണ്ടെന്ന് കരുതുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെ 25ലേറെ എണ്ണക്കിണറുകൾ സജ്ജമാക്കുന്നതിനാണ് ഈ കൃത്രിമ ദ്വീപ് നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൃത്രിമ ദ്വീപിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാകിസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ്. അടുത്ത വർഷം തുടക്കം മുതൽ സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. US-ൻ്റെ നേതൃത്വത്തിലാകും എണ്ണക്കിണറുകൾ വികസിപ്പിക്കുക. എണ്ണശേഖരം വികസിപ്പിക്കുന്നതിനായി സഹായം നൽകാമെന്ന് അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി US കമ്പനികൾ പാകിസ്ഥാനിലെത്തിയേക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നു. പാകിസ്ഥാനിൽ 353.5 മില്യൺ ബാരൽ എണ്ണശേഖരം ഉണ്ടെന്നാണ് കരുതുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ ഭാഗമായ കടലിൽ നിന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് എണ്ണശേഖരമുണ്ടെന്ന് കരുതുന്ന ഈ മേഖല. ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ള സംഘടനകൾ പാകിസ്ഥാന് വലിയ തലവേദന നൽകുന്നുണ്ട്. ട്രംപിൻ്റെ വാഗ്ദാനം വന്നതിന് പിന്നാലെ പ്രതിഷേധമുയർത്തി ഇവർ രംഗത്ത് വന്നിരുന്നു. എണ്ണശേഖരം പാകിസ്ഥാനിലല്ലെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാൻ്റേതാണെന്നുമാണ് ഇവർ പറയുന്നത്. ബലൂചിസ്ഥാൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ പാകിസ്ഥാൻ അധികാരമില്ലെന്നും ബലൂചിസ്ഥാൻ സംഘടനകൾ പറയുന്നു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ US-മായി കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലാണ് പാക് സൈനിക മേധാവി അസീം മുനീർ. ഇതിൻ്റെ ഭാഗമായാണ് എണ്ണ പരിവേഷണത്തിലെ സഹകരണം. മാത്രമല്ല, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ അപൂർവ ധാതുക്കൾ US-ന് വിൽക്കാനും പാക് സൈനിക മേധാവി അസീം മുനീർ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനായി ട്രംപുമായി അസീം മുനീർ വൈറ്റ് ഹൗസിൽ പലതവണ കൂടിക്കാഴ്ച നടത്തി. അതിനിടെ അറബിക്കടലിനോട് ചേർന്നുള്ള പട്ടണമായ പസ്നിക്ക് സമീപം US നിയന്ത്രണത്തിലുള്ള തുറമുഖം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ താൽപ്പര്യമറിയിച്ചെന്ന റിപ്പോർട്ടും വന്നു. പദ്ധതി സംബന്ധിച്ച ആശയവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ US അധികൃതരെ സമീപിച്ചതായി അഭ്യൂഹമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇക്കാര്യം ചർച്ച ചെയ്തതെന്നും വാർത്തകൾ പ്രചരിക്കുന്നു. പാകിസ്ഥാനിൽ ചൈനീസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗാദർ തുറമുഖത്ത് നിന്നും 112 കിലോമീറ്റർ അകലെയാണ് പസ്നി. ഇറാനിൽ നിന്ന് 112 കിലോമീറ്റർ ദൂരം മാത്രമേ ഇതിനുള്ളൂ. $120 കോടി പദ്ധതിയാണ് പസ്നിയിലേത്.